കരുണയുള്ളവരായിരിക്കുവിൻ എന്ന ഗുരുവിൻ്റെ വാക്കുകൾ ശക്തിയും പ്രചോദനവുമായി കെനിയയിലെ നിരാലംബരായ ഒരുപറ്റം മനുഷ്യജീവിതങ്ങൾക്ക് ആശ്രയവും ആശ്വാസവുമായി മുറിവുകൾ വച്ചുകെട്ടി സൗഖ്യത്തിൻ്റെയും ശുശ്രൂഷയുടെയും അനുഭവം പകരുന്ന നല്ല സമരായനായി മാറുകയാണ് ഈ സന്യസ്തർ. ആഫ്രിക്കയിൽ പരിതിക്തർക്ക് പരിചരണമേകിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റി ഓഫ് നിർമ്മലദാസി സിസ്റ്റേഴ്സ് സൃഷ്ടാവിൻ്റെ കരുണയിലേക്ക് വളരാനും ചുറ്റുമുള്ളവർക്ക് കാരുണ്യത്തിൻ്റെ സ്പർശനം നൽകാനും ജീവിതം മാറ്റിവെച്ച് നിർമ്മലദാസി സന്യാസ സമൂഹത്തിൻ്റെ ഭാഗമായി മാറി ആഫ്രിക്കയിലെ നെയ്റോബി പട്ടണത്തിനടുത്ത് ബത്സൈദ ഹോമിൽ സേവനമനുഷ്ഠിക്കുന്ന ഈ സന്യസ്തരോടൊപ്പമാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം, നീ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതായത് ഈശോയുടെ വേല ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ അത്ര വലിയ സ്മാർട്ടൊന്നും ആയിരുന്നില്ല, പക്ഷെ ഈശോയുടെ സ്നേഹം എന്നെ തിരഞ്ഞെടുത്തു. പിന്നെ ഒരു സിസ്റ്റർ ആവണം, പാവങ്ങളെ സഹായിക്കണം എന്നൊക്കെ ചെറുപ്പം തുടങ്ങി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മദർ തെരേസയുടെ കോൺഗ്രിഗേഷനിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് സാധിച്ചില്ല. വീട്ടുകാർ കുറച്ചൊക്കെ എതിർത്ത് തുടക്കത്തിലൊക്കെ. ഒരു ദിവസം എനിക്കൊരു മേരി വിജയം എന്നുള്ള ഒരു മാഗസിൻ കിട്ടി. അതിനകത്ത് ഒരുപാട് കോൺഗ്രിഗേഷൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നു, ദേവിവിളി ക്യാമ്പിൻ്റെ. പക്ഷെ എൻ്റെ കണ്ണ് ഞാൻ ഒരിക്കലും കാണാത്ത, ഞാൻ ഒരിക്കലും കേൾക്കാത്ത നിർമ്മലദാസി സിസ്റ്റേഴ്സ് എന്ന കോൺഗ്രിഗേഷനിലാണ് കണ്ണോടിക്കിയത്. കാരണം അതിലെഴുതിയിരുന്നു, ഇന്ത്യ, ഹംഗറി, ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ സുവിശേഷ വേല ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആ ആഫ്രിക്ക എന്ന ആ പേരിൽ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണോടിക്കെന്ന് പറയാം. ഞാൻ പോലും അറിയാതെ ഞാൻ ലെറ്റർ എഴുതി വൊക്കേഷൻ പ്രൊമോട്ടർ സിസ്റ്റർ വീട്ടിൽ വന്നു. പിന്നെ വീട്ടുകാർ കുറച്ചൊക്കെ ഇത്തിരി സമ്മതിച്ചില്ലെങ്കിലും പക്ഷേ അവർ പിന്നീട് സമ്മതിച്ചു. അങ്ങനെ ഞാൻ സിസ്റ്ററായി പ്രൊഫഷൻ കഴിഞ്ഞ് എന്നെ പഠിക്കാൻ വിട്ടു ഉടനെ തന്നെ. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ കെനിയയിലേക്ക് വിട്ടു. 1974 ഞാൻ സിസ്റ്റർ ആവാനായിട്ട് സെൻറ്റ് ക്രിസ്റ്റീന ഹോമിലേക്ക് വരുന്നത്. സെൻറ്റ് ക്രിസ്റ്റീന ഹോമിൽ വന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായി. കുണ്ടുകുളം പിതാവ്, തൃശ്ശൂർ ഉപതയുടെ അന്നത്തെ പിതാവായിരുന്ന കുണ്ടുകുളം പിതാവ് സ്ഥാപിച്ച ഒരു കോൺഗ്രിഗേഷനാണ് സൊസൈറ്റി ഓഫ് നിർമ്മലദാസി സിസ്റ്റേഴ്സ്. മരിച്ചുപോയ മോൺസിഞ്ഞർ വളങ്ങാടച്ചനും കൂടെ. അപ്പോൾ വളങ്ങാടച്ചനായിരുന്നു അന്ന് അവിടുത്തെ അതിൻ്റെ ഡയറക്ടർ, പിതാവായിട്ടൊരു ഉപതയിൽ. അപ്പോൾ അവിടെ വന്നു. ഞാൻ അതിലത്തെ അംഗമായി പോസ്റ്റലൻസിയൊക്കെ കഴിഞ്ഞ് 1980 ഫെബ്രുവരി 11-ാം തീയതി ലൂർദ് മാതാവിൻ്റെ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ ഫസ്റ്റ് പ്രൊഫഷൻ സ്വീകരിച്ച് നിർമ്മലദാസി അംഗമായി. 2000 മഹാജൂബിലി വർഷത്തിലാണ് ഞാൻ ആഫ്രിക്കയിലേക്ക് ആദ്യം മിഷണറി ആയിട്ട് വരുന്നത്. ഇവിടെ മാർസബറ്റ് രൂപത, അതായത് നൈറോബി സിറ്റിയിൽ നിന്നും 600 കിലോമീറ്റർ അകലെ റോഡ് സൗകര്യങ്ങളില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ട് മിഷണറി ആയിട്ട് വന്നത്. പക്ഷെ എൻ്റെ സിസ്റ്റേഴ്സ് എനിക്ക് മുന്നേ വന്നിരുന്നു. കാരണം ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച് സിസ്റ്റേഴ്സ് 83 ഇവിടെ വന്നിട്ടുണ്ട്, ആ സെയിം സ്ഥലത്ത്. അപ്പോൾ അവർ ചെയ്ത സ്ഥലത്ത് അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വരുമ്പോൾ കുറേയും കൂടി ഡെവലപ്ഡായി. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ വരുന്ന സമയത്തും വെള്ളമില്ല, വെളിച്ചമില്ല, മരുന്ന് സൗകര്യങ്ങളില്ല. പക്ഷെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വന്നിട്ട് ഡിസ്പെൻസറി തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷന് വേണ്ടി ക്ലിനിക്കുകളൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഒന്ന് ഡെവലപ്പായിട്ടുണ്ടായി. പിന്നെ സ്കൂളുകൾ അന്നൊന്നും ഡ്രസ്സ് ഇടാത്ത ആളുകളായിരുന്നു. പക്ഷേ സിസ്റ്റേഴ്സൊക്കെ വന്ന് അവരെ കുളിപ്പിച്ച്, നഴ്സറിയിലൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ സിസ്റ്റർ ലീല കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് ഇവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ യൂണിഫോം സെറ്റ് വാങ്ങിക്കൊണ്ടുപോയിണ്ടായി. നല്ല യൂണിഫോമൊക്കെ ഇട്ട് കുട്ടികളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഒരു കൊല്ലമാണ് ഞാൻ ആഫ്രിക്ക മിഷനിൽ സഹായിച്ചത്. അത് ഡിസ്പെൻസറിയിൽ സഹായിക്കുമായിരുന്നു. അതിനുശേഷം എന്നെ സഗാനയിൽ പുതിയൊരു മിഷനിലേക്ക് മാറ്റി. കോൺസുലാത്ത മിഷണറീസ് ഞങ്ങളെ ക്ഷണിച്ചു അവരുടെ ഓൾഡ് ഏജ് ഹോം നോക്കാൻ വേണ്ടി. അപ്പോൾ 2001 ഞാൻ സഗാന മിഷനിൽ വന്നു. അവിടെ ഒരു 6 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ റീജിയണൽ സുപ്പീരിയർ കൂടിയായിരുന്നു. 6 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ ഇസിയോളയിലെ ഗരമാറ മിഷനിലേക്ക് മാറ്റി. ഗരമാറ മിഷനിൽ അവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്, ഫിസിക്കലി ഡിസേബിൾഡ്. അപ്പോൾ അവരെ നമ്മൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ് അവിടെ ചെയ്തിരുന്നത്. താനായിരിക്കുന്ന ഇടങ്ങളിലെ നിരാലംബരായ മനുഷ്യരുടെ മുറിവുകളെ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ മുറിവുകളായി കണ്ട് ശുശ്രൂഷിക്കുന്ന ഈ നിർമ്മലദാസിമാർ
തങ്ങളുടെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഒരമ്മ കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ നാടും വീടും വിട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വന്ന് നിറഞ്ഞ മനസ്സോടെ ഈ പാവങ്ങളെ ശുശ്രൂഷിക്കാൻ നിർമ്മലദാസിമാരെ പ്രേരിപ്പിക്കുന്നത് ഗുരുവായ ക്രിസ്തുവിനോടുള്ള അടങ്ങാത്ത സ്നേഹം ഒന്നു മാത്രമാണ്. ഇവിടെ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ശാപം പോലെ ഒരു കരുതണത്. അവർ കുട്ടികളെ എന്തെങ്കിലും അസുഖത്തിന് ആശുപത്രി വാമ്പ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഡിസ്ചാർജ് ചെയ്താൽ പാരൻസ് തിരിച്ചു കൊണ്ടുപോകില്ല. അങ്ങനെ കുറേ അധികം കുട്ടികൾ ചിൽഡ്രൻസ് വാർഡ് നിറഞ്ഞ കുട്ടികളെ കൊണ്ട്, അതായത് ബെഡ്ഡാനായിട്ട് കിടക്കണ കുട്ടികൾ. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു സ്ഥലം അന്നത്തെ ബിഷപ്പ് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ഞങ്ങളുടെ സ്ഥാപനങ്ങളും പീസോമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിതാവിനോട് അപേക്ഷിച്ച് സിസ്റ്റേഴ്സിനെ വിടും, ഇങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ കുറേ അധികം കുട്ടികളാണ്, അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങണം എന്ന് പറഞ്ഞ് പിതാവിന് നിർബന്ധം കൊണ്ട് ഞങ്ങളെ വീണ്ടും വാമ്പയിലേക്ക് വിളിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ വാമ്പയിൽ തുടങ്ങിയത്. അവിടെ ഒരു ഹുറുമ ഹോം എന്ന് പറഞ്ഞ ഹുറുമ മീൻസ് ലവ്, ഹോം ഓഫ് ലവ്, അതാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയാം, സ്നേഹഭവനം എന്നൊക്കെ പറയാം. അങ്ങനെ ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു ഭവനം തുടങ്ങി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് 93 അടുത്ത് ഇസിയോള മിഷനിൽ ഞങ്ങളുടെ പ്രവർത്തനം കണ്ട് അവിടേക്ക് വിളിച്ചു. അവിടെയും ഈ ഡിസേബിൾഡായ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളുടെ കാര്യത്തിനനുസരിച്ച് പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് 93 വന്നു. കെനിയയിൽ എൻ്റെ ആദ്യത്തെ മിഷൻ ഇസിയോളോ എന്ന സ്ഥലത്താണ്. അതൊരു സെമി ആരിഡ്, അതായത് മരുഭൂമി പോലത്തെ സ്ഥലമാണ്. കല്ലുകളും പിന്നെ മുള്ളു മരങ്ങളും മാത്രമാണ് അവിടെ ഉള്ളത്. റോഡില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല. ഉപ്പുവെള്ളമാണ് ഞങ്ങൾ ആ സമയത്ത് കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ വന്നിട്ട് എനിക്ക് കുട്ടികളുടെ ചാർജ് തന്നെ, അതായത് ഡിസേബിൾഡ് ചിൽഡ്രൻ പക്ഷെ ഗോയിങ് ടു സ്കൂൾ, ആ കുട്ടികളുടെ ചാർജുള്ള ഒരു ഹോമിൻ്റെ ഒരു ചാർജായിട്ടായിരുന്നു എന്നെ ഏൽപ്പിച്ചിരുന്നത്. എനിക്ക് കുട്ടികളെ ഒത്തിരി ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഈ കുട്ടികളെ എനിക്ക് എൻ്റെ സ്വന്തം പോലെ അവർക്ക് പറ്റാത്ത എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമല്ലോ. അവരിലൂടെ ഈശോനെ കാണാൻ, ഈശോ കുട്ടികളെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു, അതിനെപ്പോലെ തന്നെ എനിക്ക് ആ കുട്ടികൾ ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഹോം വിസിറ്റിങ്ങിന് പോയപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാഴ്ച, അവിടുത്തെ ജനങ്ങൾ വളരെ പാവപ്പെട്ട ജനങ്ങളാണ്. ഭക്ഷണം കഴിക്കാനില്ല, കുടിക്കാൻ വെള്ളമില്ല. ഒരു ജെറിക്കാൻ 50 ലിറ്റേഴ്സ് ജെറിക്കാൻ്റെ വെള്ളത്തിന് 50 ഷില്ലിങ് കൊടുക്കണം, അത്രയും. അപ്പോൾ അവർ വളരെ വിഷമിച്ചിട്ട് ജീവിക്കുന്ന ഒരു ഗോത്രക്കാരാണ് ഐസിയോള ഏരിയയിലുള്ളത്. അപ്പം ഞങ്ങൾ ഹോം വിസിറ്റിങ്ങിന് പോയപ്പോൾ അവർക്ക് ആടുകളുണ്ട്, ഒരുപാട് ആടുകളുണ്ട്. അതാണ് അവരുടെ സമ്പത്ത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു വീടെന്ന് പറയാനായിട്ടില്ല, ഒരു ചെറിയൊരു ഹട്ട്, അതിങ്ങനെ കമ്പ് കൊണ്ട് വെച്ചിട്ട് മണ്ണ് കൊണ്ട് വെച്ചാണ്, ഒരു ഒറ്റ മുറി. അതിനകത്ത് തന്നെ അവർ കുക്കിങ്, അതിനകത്ത് തന്നെ അവർ ഭക്ഷണം കഴിക്കണം, അതിനകത്ത് തന്നെ അവർ കിടന്നുറങ്ങണം. ചിലപ്പോൾ ആട്ടുംകുട്ടികളൊക്കെയും അതിൻ്റെ ഉള്ളിലുണ്ടാവും, എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ വീട് പൂട്ടിയിട്ടുണ്ട്, കുറച്ച് ആട്ടിൻകുട്ടികൾ പുറത്തുണ്ട്, കുറച്ചധികം, ഒരു 10-20 ആട്ടിൻകുട്ടികളുണ്ടാവും. അതിൻ്റെ ഉള്ളിലൊരു പെൺകുട്ടി. അപ്പോൾ ഈ രാജ്യത്തുനിന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില ഗോത്രങ്ങൾക്ക്, ചില ട്രൈബ്സിന് ഡിസേബിൾഡ് ചൈൽഡ് ജനിച്ചാൽ അത് ദൈവത്തിൻ്റെ ശാപമായിട്ടാണ് കരുതിയിരുന്നത്. അപ്പം മിക്കവാറും അവരതിനെ കൊന്നുകളയൊക്കെ ചെയ്യും. ഈ കുഞ്ഞിനെ അവർ ആടുകളുടെ കൂട്ടത്തിൽ ഇട്ടിട്ട് അവരവരുടെ ജോലിക്ക് പോയി. ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ട ശരിക്കും എനിക്ക് ഒരുപാട് വിഷമം തോന്നി ആ കുട്ടീനെ കണ്ടപ്പോൾ. ഞങ്ങൾ ഉടനെ തന്നെ ആ കുട്ടീനെ അവളുടെ പാരൻസിന് അമ്മേനെ വിളിപ്പിച്ചു. ആ കുട്ടീനെ പിറ്റേ ദിവസം ഞങ്ങളുടെ ഹോമിൽ കൊണ്ടുവന്നു. അവളെ ഞങ്ങൾ കുളിപ്പിച്ച് ഞങ്ങൾ ഹോമിലേക്ക് ആക്കി, സ്കൂളിൽ അയച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി ചെയ്ത്. ആ കുട്ടിക്ക് നടക്കാൻ പറ്റില്ല, കാരണം ക്രിപ്പിൾഡാണ്. എന്നിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത് ആ കുട്ടി കാലിപ്പുരൊക്കെ വെച്ച് നടന്ന് സ്കൂളിൽ പോയി. ഇന്ന് ആ കുട്ടി ക്ലാസ് 8 പാസ്സായിട്ടുണ്ട്. പഠിക്കാൻ അത്ര ബുദ്ധിമതിയെ വലിയ മിടിക്കുമെന്നല്ല, പക്ഷെ അവൾക്ക് അവളുടെ കാര്യങ്ങൾ ചെയ്യാനും അത്യാവശ്യം ഒരു ജീവിതം കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ആ കുട്ടി ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് എന്തായിരിക്കും എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. തന്നെ അങ്ങനെ മരിച്ചു പോകും. ഭക്ഷണം കഴിച്ചു, അറിയാനും കൊടുത്തു, ആരും ശ്രദ്ധിക്കാണ്ടേ. അങ്ങനെ ഓരോ കുട്ടികളുടെ പിന്നിലും ഓരോ ചരിത്രമുണ്ട്. മിക്കവാറും ഞങ്ങൾ നോക്കിയിരുന്ന കുട്ടികളൊക്കെ പാവപ്പെട്ട കുട്ടികളാണ്. ആ സ്ഥലത്തെ ജനങ്ങളും പാവങ്ങളും കുട്ടികളും പാവങ്ങളാണ്. അപ്പം എനിക്കങ്ങനെ ആ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷം. എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചെങ്കിൽ അത് എൻ്റെ മിടുക്കല്ല, ഈശോയുടെ മിടുക്ക് മാത്രം. ഈശോ സഹായിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ലോകത്തെ സമാധാനത്തിലും ശാന്തിയിലും നിലനിർത്തുന്നതിൽ ഈ നിഷ്കളങ്ക പ്രാർത്ഥനകൾക്ക് വലിയ പങ്കുണ്ട്. നിരന്തരം പ്രാർത്ഥനകൾ ഉയരുന്ന ഒരിടം കൂടിയാണ് ഈ ബത്സൈദ ഹോം.
ജപമണികളിലൂടെ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ലോകത്തിലെ സർവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഇവർ. ചിലരിൽ നിന്ന് ചില ഈണങ്ങളും ചിലരിൽ നിന്ന് ചില ചലനങ്ങളുമാണ് പ്രാർത്ഥനയിൽ അവരുണ്ട് എന്ന അടയാളം. ഈ കാഴ്ചകളിലൂടെ മടുക്കാത്ത നിരന്തര പ്രാർത്ഥനയിലെ സമർപ്പണം നമുക്കിവിടെ ഇവരിൽ ദർശിക്കാനാവൂ. ചെറുപ്പത്തിൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നേ, ആഫ്രിക്കയിലെ കുറച്ച് കറുത്ത കുട്ടികളെ ഞാൻ കാണുന്നു, ഞാൻ അവരുടെ ഇടയിൽ നിൽക്കുന്നു. പക്ഷെ ഞാൻ ഈ ഇസ്യോള എന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ കുട്ടികളെ കൂടെ നിൽക്കുന്ന ഒത്തിരി ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ആ ഡ്രീമിനെ കുറിച്ച് ഓർത്തു. അപ്പം ദൈവത്തിന് ഒന്നും ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്നില്ല. ദൈവത്തിന് എല്ലാവരെ കുറിച്ചും എല്ലാത്തിനും ഒരു പദ്ധതിയുണ്ട്. അത് ദൈവത്തിന്റെ സമയത്ത് അത് പൂർത്തീകരിക്കപ്പെടും. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ കണ്ടൊരു സ്വപ്നം എന്താണാവോ നമ്മൾ വിചാരിക്കില്ല. കറുത്ത കുട്ടികളാന്ന് വെച്ചാൽ ആഫ്രിക്കയാണെന്ന് ചിന്തിക്കണില്ല. പക്ഷെ അത് പൂർത്തീകരിച്ചു ഞാനിവിടെ വന്നപ്പോൾ. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു അത്. കാരണം എൻ്റെ ആദ്യത്തെ മിഷനാണ്. ആദ്യത്തെ സ്ഥലം. പിന്നെ എൻ്റെ മനസ്സിൽ പിടിച്ച കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾ, അവരെന്നെ സിസ്റ്ററിനാൽ വിളിക്കുക, എന്നെ ലീന എന്ന് വിളിക്കുക. ഒരു ചെറുക്കൻകുട്ടി ഉണ്ടായിരുന്നേ, അവൻ സംസാരിക്കില്ല. പക്ഷെ അവൻ കൂടെ പറയാൻ അറിയുന്നത് ലീനാന്ന് ശരിക്കും ഇനാ. സോ അവൻ ഇനാന്ന് പറയുമ്പോഴത്തേന് പിള്ളേരൊക്കെ ഓടി വരുമായിരുന്നു. എനിക്ക് എന്താ പറയാ, ശരിക്കും എൻ്റെ മക്കളെ പോലെ, എൻ്റെ അനുജത്തിമാരെ അനിയന്മാരെ എൻ്റെ മക്കളെ പോലെ ഞാൻ അവരെ സ്നേഹിക്കാനും അവരെ നോക്കാനും എനിക്ക് സാധിച്ചു. ഇപ്പൊ ഞാനായിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ പ്രായം ചെന്ന അമ്മമാരും ഒപ്പം ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരും എനിക്ക് ഒത്തിരി ഇഷ്ടം. ഞാൻ അവരുടെ കൂടെ ഡാൻസ് കളിക്കും, ഞാൻ അവരുടെ കൂടെ പാട്ട് പാടും, ഞാൻ അവരെ എൻ്റർടൈൻ ചെയ്യും. അവർക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. കുറുമ്പ് കാണിച്ച് ഞാൻ നല്ല ചീത്ത പറയും, ചിലപ്പോൾ നല്ല അടി കൊടുക്കും. പക്ഷെ ഒരിക്കലും അവരെ എന്നോട് പണങ്ങില്ല. ഞാനൊന്ന് പുറത്തു പോയാൽ നോക്കിയിരിക്കും അവർ വരാൻ വേണ്ടി. എൻ്റെ ഒച്ച കേട്ട എല്ലാവരും ഡോമിന്ന് രാത്രി ആയാലും ഓടിക്കതിച്ച് വരാന്ന് പറയില്ലേ, ആ ഒരു എന്താ പറയണ ബിലോങ്ങിങ്സ്, അവരുടെ സ്നേഹം, അത് അനുഭവിക്കാൻ സാധിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് അവരോട് മാത്രമല്ല അവർക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന്. അതെല്ലാം ഈശോയെ പ്രതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സമൂഹത്തിലെ അശരണരെയും ആലംബഹീനരെയും മാറോട് ചേർത്ത് കടലോളം കരുതലും കാരുണ്യവും പകരുന്ന ക്രിസ്തുവിൻ്റെ മാലാഖമാരാണ് നിർമ്മലദാസി സമർപ്പിത സമൂഹം. കലങ്ങിയ മനസ്സുകളെയും നിശ്ചലമായ ശരീരങ്ങളെയും ക്രിസ്തുവിൻ്റെ കരുണാർദ്ര സ്നേഹം കൊണ്ട് തൊട്ട് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്യസ്തർ സമൂഹത്തിലെ ആരുമില്ലാത്തവർക്കിടയിൽ ചെയ്യുന്ന ഈ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ തലോടലുകൾ ഇവരുടെ കരങ്ങളെ ക്രിസ്തുവിൻ്റെ കരങ്ങളാക്കി ഇവിടെ മാറ്റുന്നു. ഇവിടുത്തെ അമ്മച്ചിമാരെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്കൊരു 18 പേരാണ് ഉള്ളത്. അതിലൊരു 3 പേർക്കാണ് ഈ ലോകത്തിൽ ആരെങ്കിലും ഉള്ളവരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒന്നും ലോകത്തിൽ ആരുമില്ല. അവരെ സന്തോഷമായിട്ട് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുക, അതിനാണ് ഞങ്ങൾ ഇവിടെ. അല്ലാണ്ട് ഇവരെ ഡിസബിലിറ്റി മാറ്റുക അല്ലെങ്കിൽ അവരെ ഓൾഡ് ഏജിലവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷമായിട്ട് പോകാനായിട്ട് അവരെ ഒരുക്കലാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഇവരെ കൊണ്ട് ഇങ്ങനത്തെ തൊപ്പി, സ്വെറ്റർ, അതുപോലെ തന്നെ ഷാള് ഒക്കെ ഉണ്ടാക്കിക്കും. ഞങ്ങൾക്കിവിടെ ആവശ്യമുള്ള, ഇവിടെ തണുപ്പുള്ള സ്ഥലമാണ്, ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ ഇവരെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇവർ വെറുതെ ഇരുന്ന് ബോറടിക്കില്ല. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു പണികൾ ഞങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പച്ചക്കറി അരിയിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ഞങ്ങൾ ചെയ്യിപ്പിക്കും കുറേശ്ശെ. ഇവിടുത്തെ മാത്രമല്ല, ഇവിടെ ആളുകൾ കാണാൻ വരുമ്പോൾ കുറേശ്ശെ പൈസയ്ക്ക് ഞങ്ങളത് വിൽക്കുകയും ചെയ്യും. ഇവളെ കൊണ്ട് തന്നെ ഞങ്ങൾ പൈസ ഇടിപ്പിക്കും. എന്നിട്ട് ആ നൂല് ചിലവായതിൻ്റെ കാശ് വാങ്ങി പിന്നെ വീണ്ടും അവൾക്ക് നൂല് വാങ്ങി കൊടുക്കും ഞങ്ങൾ. അങ്ങനെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് റീഹാബിലിറ്റേഷൻ. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിയിൽ കുർബാനയ്ക്ക് ഒരുക്കാനും കുട്ടികളുടെ വേദപാഠം പഠിപ്പിക്കാനും ഒക്കെ ഞങ്ങൾ സഹായിക്കണം. തെരുവോരങ്ങളിൽ അലയുന്നവർക്ക് ആശാകിരണമായും
ജീവിതത്തിന്റെ അഴുക്കുചാലുകളിൽ തപ്പിത്തടയുന്നവർക്ക് പിടിച്ചു കയറാൻ കരങ്ങളായും ബന്ധനങ്ങളായ കുടുംബങ്ങൾക്ക് വഴിവിളക്കായും സന്യസ്തരുടെ ജീവിതം ഉപയോഗപ്രദമായി മാറുന്നത് ഇന്നും വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ജീവിക്കുന്ന ദൈവം നൽകുന്ന ഊർജമാണ്. ഇവിടെ ഈ ദേവാലയത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേദോപദേശങ്ങൾ പകർന്നു നൽകുന്നതിലും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കുന്നതിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഈ മിഷണറിമാരായ ലീന സിസ്റ്ററുടെയും റോസ്ലി സിസ്റ്ററുടെയും കരങ്ങളാണ്. കൂടാതെ ഭവന സന്ദർശനം പോവും. ഈ COVID-19 വന്നപ്പോൾ മാത്രം കുറച്ചു കാലം പോകാണ്ടിരുന്നുള്ളൂ. കാരണം അന്ന് റെസ്ട്രിക്ഷൻ പോകാൻ അനുവാദം ഉണ്ടായില്ല. അപ്പോൾ മാത്രമേ പോകാണ്ടിരുന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടവകയിലും ഇവിടെ ചുറ്റുള്ള ആളുകളുടെ വീടുകളിലൊക്കെ പോവും. ആളില്ലെങ്കിലും പോയിട്ട് അതൊരു ഞങ്ങളുടെ കാര്യസ്ഥമായിട്ട് കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് സഹായിക്കണ ഒരു പതിവുണ്ട്. ഇന്ത്യൻ നിരത്തുകളിൽ കാണുന്ന ഓട്ടോറിക്ഷകൾ കെനിയയിലെ ഗ്രാമങ്ങളിൽ ഇപ്പോൾ അധികമായി കണ്ടു തുടങ്ങി. ഈസ്റ്റ് ആഫ്രിക്കയിലെ, പ്രത്യേകിച്ച് കെനിയയിൽ യാത്രാ ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസമേകാൻ ഇന്ത്യൻ നിർമ്മിത ഓട്ടോറിക്ഷകൾക്ക് സാധിക്കുന്നുണ്ട്. തങ്ങളുടെ കാര്യസ്ഥത്തിന്റെ ഭാഗമായി ഭവന സന്ദർശനത്തിനു വേണ്ടി നിർമ്മലദാസിമാർ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് തകര ഷീറ്റുകൾ കൊണ്ട് കെട്ടിയ ചേരികളിലെ ഒറ്റമുറിക്കുള്ളിൽ കഴിയുന്ന ഒരു കുടുംബത്തെയാണ്. മുഖത്ത് നടത്തിയ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരിക്കുന്ന ഈ സ്ത്രീ തന്നെയാണ് ഈ ഭവനത്തിന്റെ ഏക ആശ്രയവും. ഇത് ഞങ്ങളുടെ പള്ളിയിലെ കാറ്റഗിസ്റ്റാണ്. അവളുടെ പേര് റൊസാലിയ. അവൾ പള്ളിയിൽ തന്നെ, അത് നമ്മൾ കാശ് കൊടുത്തിട്ടൊന്നുമല്ല, അവള് വളണ്ടറി സർവീസ്, അതാണ് അവളുടെ വീട്. അവൾക്ക് വയ്യാന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അവളെ കാണാൻ വന്നതാണ്. അവിടെ അടുത്ത് നിൽക്കുന്നത് അവളുടെ മൂത്ത മോള്. അവൾ ഫോം 4 കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ കാശില്ലാണ്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അവൾക്ക് വയ്യാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവളുടെ വീട്ടിലൊന്ന് വരാനും ഒന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ വീട് വന്നതാണ്. ദാരിദ്ര്യത്തിലായിരിക്കുന്ന ഇവർക്ക് ആശ്വാസമേകാനാണ് സന്യസ്തർ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമുള്ള ഇവർ ഈ ഒറ്റമുറി വീട് പോലും 1500 കെനിയൻ ഷില്ലിങ്ങിന് വാടകയ്ക്കെടുത്തതാണ്. Kwa jina la Baba na la Mwana na Roho Mtakatifu. Amina. Baba yetu uliye mbinguni, jina lako litukuzwe, ufalme wako ufike, utakalo lifanyike duniani kama mbinguni. Kwa jina la Baba na la Mwana na Roho Mtakatifu. Amina. ഇത്തരം സന്ദർശനങ്ങൾ ആരും ആശ്രയമില്ലാത്ത ഇതുപോലുള്ള കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസവും പ്രത്യാശയും ജീവിക്കാനുള്ള ആത്മധൈര്യവും പകർന്നു നൽകുന്നു. Najua kunyorosha kidogo na kunyoa nywele. Tumeshukuru sana. Mungu awalinde na wabariki. Pamoja na sana. അതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾക്ക് ഡിസ്പെൻസറി ഉണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ഡിസ്പെൻസറി എന്ന് പറഞ്ഞാൽ നാട്ടിലെ വലിയ ആശുപത്രി പോലെ നമ്മുടെ ഇവിടുത്തെ ഡിസ്പെൻസറി. നഴ്സാണ് ഇവിടെ ഡോക്ടർ. അപ്പോൾ ഡെലിവറി ഒക്കെ എടുക്കും. ഡെലിവറി ഒക്കെ എടുക്കുമ്പോൾ വെച്ചാൽ ഇവിടുത്തെ ലേഡീസ് വളരെ സ്ട്രോങ് ആണ്. ശരിക്കും നടന്നു വന്ന് അവർ വീട്ടിലാണ് ഡെലിവറി നടത്തുക. അവിടെ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലാണ് നമ്മുടെ ഡിസ്പെൻസറിയിലേക്ക് കൊണ്ടുവരാം. നടന്നു വരും, കാരണം വേറെ നിവൃത്തിയില്ല. എത്ര 5-10 കിലോമീറ്റർ നടന്നു വന്ന് പ്രസവം കഴിഞ്ഞാൽ കുട്ടീനെ എടുത്തിട്ട് നടന്നു പോകും. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് കാണുമ്പോൾ ദൈവമേ, നമ്മുടെ നാട്ടിൽ എൻ്റെ ചേച്ചിയായാലും നമ്മുടെ വീട്ടിലായാലും എന്തുമാത്രം സൗകര്യത്തിൽ അവർ ചെയ്യണേ. പക്ഷെ ഇവിടെ സൗകര്യങ്ങളില്ലെങ്കിലും അവർ നല്ല സ്ട്രോങ് ആയിട്ട്, അവർക്ക് കുട്ടികളും ഉണ്ട് ഇഷ്ടംപോലെ. ഒരു അമ്മയ്ക്ക് ചിലപ്പോൾ 10-12 കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കാണ്ടാവില്ല, പക്ഷെ അവർക്ക് ഒത്തിരി കുട്ടികളുണ്ടാവും. എല്ലാ കുട്ടികളും അവർ സ്കൂളിലേക്ക് വിടും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ ലഞ്ച് ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടും. അത് കാരണം എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് വിടും. ഭക്ഷണമെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ വിടുന്നത്. പിന്നെ മാർസാബീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുണ്ട്. അവിടെ എപ്പോഴും ഫൈറ്റിംഗ് ആണ്. 2 ഗോത്രക്കാർ തമ്മിൽ എപ്പോഴും ഫൈറ്റിംഗ് എന്ന് വെച്ചാൽ വെറും ഫൈറ്റിംഗ് അല്ല,
കൊല്ലും അവർ വന്നിട്ട്. ശരിക്കും നമുക്കറിയാവുന്ന കുട്ടികൾ, നമ്മുടെ പള്ളിയിൽ വരുന്ന കുട്ടികൾ ഒരു സുപ്രഭാതം നമുക്ക് കേൾക്കാം ദേ കൊന്നു. ഒരു ദിവസം ശരിക്കും ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു എന്നെ, ഞാൻ പള്ളിയിൽ സാക്രിസ്റ്റിനായിട്ട് ജോലി ചെയ്യുമ്പോൾ ആ കുട്ടി എന്നെ ഇന്ന് രാവിലെ വന്ന് കുർബാനയ്ക്ക് ഒരുക്കാനും എടുത്തു വെക്കാനൊക്കെ സഹായിച്ചിരുന്ന കുട്ടിയാണ്. ഒരു ദിവസം സൺഡേയിൽ ആൾക്കാരിങ്ങനെ ബഹളം വെച്ച് കരഞ്ഞു ഓടിപ്പോവാ, ഞാൻ പിന്നാലെ ഓടിച്ചെന്നു. അപ്പോൾ 2 കുട്ടികൾ ആടിനെ മേയ്ക്കാൻ പോയവർ അവരുടെ ഓപ്പോസിറ്റ് ട്രൈബ്സ് വന്ന് കൊന്ന് വെട്ടി കഷ്ണമാക്കിയിട്ടേക്കാണ്. അത്രയ്ക്കും ക്രൂരതയോട് കൂടിയിട്ടാണ്, പകയാണ് അവർക്ക് പരസ്പരം. പക്ഷെ അവർ ഞങ്ങളെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല, ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല. നമ്മളെ ഏത് ട്രൈബായാലും അവർക്ക് നമ്മളെ റെസ്പെക്ട്, അവർക്കറിയാം നമ്മൾ അവരെ സഹായിക്കാനാണ് അവിടെ നിൽക്കണേന്നുള്ളത്. പിന്നെ അവർ ദൈവത്തെ നമ്മളിൽ കാണണ്ടാവും. ഒരിക്കലും ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ, യാത്രയിൽ പോകുമ്പോൾ, ഇന്ത്യൻസിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വെച്ച് അവർ വഴിയിൽ അറ്റാക്ക് ചെയ്യും കൊള്ളക്കാര്. പക്ഷെ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയോ നമ്മളെ ഒരിക്കൽ പോലും, അവർക്ക് വലിയ മലയുടെ മുകളിൽ നിന്ന് കാണാം, എന്നിട്ട് അവരവിടെ നിന്ന് വെടി വെച്ചിട്ട് വണ്ടിയുടെ ടയർ പഞ്ചറാക്കും ആദ്യം. അത് കഴിഞ്ഞിട്ട് അവർ വന്ന് ആൾക്കാർ ചിലപ്പോൾ എതിർത്താലോ കൊല്ലുള്ളൂ, അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകും. പക്ഷെ ഞങ്ങൾ മിക്കവാറും മാസത്തിലൊന്ന് ഞങ്ങൾക്ക് നൈറോബിക്ക് വരേണ്ടി വരും. കാരണം ഷോപ്പിങ്ങിനൊന്നും അവിടെ സ്ഥലമില്ല. ഒരിക്കൽ പോലും ഞങ്ങളെ ആക്രമിക്കുകയോ അങ്ങനെ കള്ളൻ്റെ അനുഭവം ഉണ്ടാവുകയോ ചെയ്തില്ല. എല്ലാം ദൈവം പരിപാലിക്കുന്നു. അവർ ഞങ്ങളിൽ ദൈവത്തെ കാണുന്നു, ഞങ്ങൾ അവരിൽ ദൈവത്തെ കാണുന്നു. പിന്നെ ശരിക്കും വന്ന കാലങ്ങളിൽ ശരിക്കുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല, റോഡൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ കാട്ടിക്കൂടെ വഴി പോവാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മഴ പെയ്താൽ ഭൂമി വെള്ളം അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ അത് ഒഴുകിപ്പോയി എവിടെയെങ്കിലും കെട്ടിക്കിടക്കും. ആ കെട്ടിക്കിടക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ മണ്ണെന്ന് വെച്ചാൽ സ്ലിപ്പ് ചെയ്യും, തെന്നി പോണ ഒരു തരത്തിലുള്ള മണ്ണാണുള്ളത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ യാത്രയ്ക്ക് പോകാനായിട്ട് പോകുമ്പോൾ മഴ പെയ്തു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ മഴയുണ്ടാവില്ല. വഴി പകുതി എത്തുമ്പോൾ, കാരണം 600 കിലോമീറ്റർ വേണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നൈറോബിക്ക് നമ്മൾക്ക് എത്താനായിട്ട്. അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയിൽ ചിലപ്പോൾ ആരെങ്കിലും വണ്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വല്ലപ്പോഴും ഒരു ബസ്സൊക്കെ ഇപ്പോൾ അതിലേക്ക് കയറി പോരാ. അപ്പം ഇടയ്ക്ക് ചെല്ലുമ്പോൾ ദേ മഴ പെയ്തു, അവിടെ വെള്ളം കെട്ടിക്കിടക്കണം, നമുക്ക് പോകാൻ പറ്റില്ല. വെള്ളം ഇറങ്ങണ വരെ, മഴ മാറണ വരെ നമ്മൾ ചിലപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യും, മറ്റുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യും. അതിന് വെള്ളം മഴ മാറി ആ റോഡൊക്കെ ഒന്ന് ഉണങ്ങി, അല്ലെങ്കിൽ നമ്മൾ നടന്ന് പാസ് ചെയ്യണം. അതൊക്കെ വളരെ എന്താ പറയുക ചലഞ്ചിങ് ആയിട്ടുള്ളതായിരുന്നു. കാരണം എങ്കിൽ പോലും എനിക്ക് പേഴ്സണലായിട്ട് ഒരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഈ കെനിയയിൽ വന്നിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഐ ലവ് കെനിയ. ദീസ് പീപ്പിൾ ആർ മോർ വെൽക്കമിങ്. ഇത് വളരെ സ്വാഗതം ചെയ്യുന്ന ഒരു കൺട്രിയാണ്. മറ്റുള്ളവർ സ്വാഗതം ചെയ്യുന്ന ഒരു ജനങ്ങളാണ് ഇവിടെയുള്ളത്. ഞങ്ങളുടെ ആദ്യത്തെ കെനിയൻ സിസ്റ്റർ മാർസാബിറ്റ് രൂപതയിലെ സിസ്റ്ററാണ്. ആ മാർസാബിറ്റ് രൂപതയിൽ ആകെ ഒരേ ഒരു റിലീജിയസ് സിസ്റ്ററാണുള്ളത്. അതാണ് ഈ സിസ്റ്റർ, ഞങ്ങളുടെ ആദ്യത്തെ സിസ്റ്റർ മാർഗരറ്റ്. ഞങ്ങൾ ആദ്യകാലങ്ങളിൽ വൊക്കേഷനൊന്നും ഞങ്ങൾ പോയിരുന്നില്ല. പക്ഷെ ഈ മാർഗരറ്റ് എന്ന് പറഞ്ഞ കുട്ടി നമ്മളുടെ പ്രവർത്തനം കണ്ടിട്ട് വന്ന്, എനിക്ക് തോന്നുന്നു അവൾ 7 വർഷത്തോളം നിന്നതിന് ശേഷമാണ് സിസ്റ്റർ ആയത്. പക്ഷെ അവൾ തനിച്ച് സ്ട്രഗിൾ ചെയ്ത് നിന്നു നമ്മുടെ ആക്ടിവിറ്റീസ് കണ്ടിട്ട്. അതിനർത്ഥം ജനങ്ങൾ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുള്ള. അതുപോലെ വേറൊരു കുട്ടിയും, രണ്ടാമത് വന്ന കുട്ടിയും ഇതുപോലെ തന്നെ വന്ന് കണ്ടു നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആയിട്ടുള്ളതാണ്. അവളും ഒരു നേഴ്സാണ്. ഇന്ന് അവൾ മാർസാബിറ്റ് രൂപതയിൽ ഡിസ്പെൻസറിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിവിടെ 2 കുട്ടികൾ വന്നിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ആയിട്ട്. ആ 2 കുട്ടികളും നല്ല മാർക്കുള്ള കുട്ടികളാണ്. അപ്പം അവരുടെ കാരണന്മാര്, മാതാപിതാക്കൾ വരെ അവരെ ശരിക്കും എന്താ പറയുക പ്രലോഭിപ്പിക്കാന്ന് പറയില്ലേ, വേറെ കോൺഗ്രിഗേഷനിൽ പോകാനായിട്ട്. പക്ഷെ അവർ ഉറച്ചു നിന്നു, ഇനി ഞാൻ പോവാണെങ്കിൽ ഞാൻ ഈ മിഷനറി കോൺഗ്രിഗേഷനിലേക്ക് പോവുള്ളൂ, ഇന്ത്യൻ മിഷനറി അവൾ എന്നിട്ട് അമ്മയോട് തീർച്ചയായിട്ടും വഴക്കിട്ടിട്ട് വരാന്ന് പറയില്ലേ. അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു മറ്റുള്ളൊരു കോൺഗ്രിഗേഷനിൽ വിടാനായിട്ട്. അതുപോലെ മറ്റേ കുട്ടിയതാ, അവളും പറഞ്ഞു ഞാൻ പോവില്ല, ഞാനും ഈ മഠത്തിലേക്ക് പോകുന്നു. അതൊക്കെ ഞാനൊരു വൊക്കേഷൻ പ്രൊമോട്ടർ കൂടിയാണ്. വൊക്കേഷൻ പ്രൊമോഷൻ നമ്മൾ വിവിധ ഇടവകളിലേക്ക് പോവും, നമ്മൾ യൂത്തിനെ കാണും, യൂത്ത് സെമിനാർ കൊടുക്കും, അവർ വർത്താനൊക്കെ പറയും. പക്ഷെ കുറെ പേര് വരാന്നൊക്കെ പറയും, പക്ഷെ അത് വരില്ല. അതിനേക്കാൾ ഉപരി ഇവിടെ വന്ന് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിൽക്കണവരാണ് ശരിക്കും നിന്ന് പോവാ. ചിലർക്ക് വന്ന് കാണും, കമാൻസി പ്രോഗ്രാമിന് വന്ന് കണ്ടുപോകും, പക്ഷെ തിരിച്ചു വരണമെന്നില്ല. പക്ഷെ ശരിക്കും ദൈവം വിളിക്കണവര് നമ്മുടെ പ്രവർത്തനം കണ്ട് വന്നവരാണ് തീർച്ചയായിട്ടും നിലനിന്ന് പോയിട്ടുള്ളത്. അൻപത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ആരംഭിച്ച സൊസൈറ്റി ഓഫ് നിർമ്മലദാസി സന്യാസ സമൂഹത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഇവിടെയുള്ള നിർമ്മലദാസിമാരുടെ ജീവിതം മാതൃകയാക്കി ഈസ്റ്റ് ആഫ്രിക്കൻ യുവതികൾ ദൈവവിളിക്ക് ഉത്തരം നൽകുന്നുണ്ട്. വിശുദ്ധിയുടെ വസ്ത്രമണിയാൻ കാത്തു നിൽക്കുന്നുണ്ട്, തിരുസന്നിധിയിൽ മുട്ടുകുത്തുന്നുണ്ട്.
ഞങ്ങളുടെ സഭയുടെ സ്ഥാപകൻ അറിയപ്പെടുന്നത് പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന കുണ്ടുകുളം പിതാവാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സഭ പാവങ്ങൾക്ക് വേണ്ടി, ആരാരും നോക്കാനില്ലാതെ അവഗണിക്കപ്പെടുന്ന, തള്ളപ്പെടുന്ന ആൾക്കാരെ, കുട്ടികളായാലും പ്രായം ചെന്നവരായാലും നോക്കുന്നതാണ് ഞങ്ങളുടെ കാര്യസം. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് ഞങ്ങളുടേത്. നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ഞങ്ങൾക്ക് വൊക്കേഷൻ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വേല ചെയ്യാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഒപ്പം ഞങ്ങൾക്ക് കെനിയയിൽ നിന്നും കുട്ടികളെ നൽകി ഞങ്ങളുടെ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാനായിട്ട് ദൈവം തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ദീർഘദർശിയായ പാവങ്ങളുടെ പിതാവ് മാർ ജോസഫ് കുണ്ടുകുളം സ്ഥാപിച്ച SNDS സന്യാസ സമൂഹം ഇന്ന് അനേകർക്ക് വെളിച്ചമായി ലോകത്തൊരുപാടിടങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ആർക്കും വേണ്ടാത്ത പരിതിക്തർക്ക് പരിചരണമേകി ദൈവത്തോട് അങ്ങേയ്ക്കായി ഇതാ ഞാൻ എന്നേറ്റുപറഞ്ഞ് സമർപ്പിത ജീവിതം നയിക്കുന്ന 260-ലധികം അംഗങ്ങളുള്ള നിർമ്മലദാസിമാരിൽ ലോകത്തിന് പ്രകാശമേകാൻ, ക്രിസ്തുവിനെ പകർന്നു നൽകാൻ ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് ഇതാ 2 അർപ്പിതർ കൂടി വിശുദ്ധിയുടെ തിരുവസ്ത്രമണിയുന്നു. എൻ്റെ വീട്ടിലായിരുന്നാലും എൻ്റെ സ്കൂളിലായിരുന്നാലും ഞാനായിരുന്നില്ല ബെസ്റ്റ്. പക്ഷേ ഒന്നുമല്ലാതിരുന്ന എന്നെ ഈശോ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ട്. ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ എന്ത് തരത്തിലാണോ, എന്ത് തരത്തിലുള്ള ആൾക്കാരാണോ, എന്ത് തരത്തിലുള്ള ജീവിതമാണോ എന്നുള്ളത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഐ വാസ് എൻജോയിങ് മൈ ലൈഫ്. ഈശോളയിലായാലും എവിടെയായാലും ഞാൻ വളരെ സന്തോഷമാണ്, സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ സന്യാസം തുടങ്ങിയത് തന്നെ കുഷ്ഠരോഗികളെ നോക്കിക്കൊണ്ടായിരുന്നു. യങ് സിസ്റ്റർ ആയിരിക്കുമ്പോൾ കുഷ്ഠരോഗികളെ പേടിയായിരുന്നു. ആളുകൾക്കൊക്കെ ഭയങ്കര പേടി, അവിടെ അടുത്ത് പോകാനൊക്കെ പേടി. ഞാൻ ഉള്ള സമയത്ത് അവിടെ ഒരു കളമരിയത്തെ സിസ്റ്റർ പോലും രോഗിയായിട്ടുണ്ടായിരുന്നു. അവരുടെ സിസ്റ്റേഴ്സൊന്നും കാണാൻ വരാറില്ല. ഞങ്ങളൊക്കെ പക്ഷെ അടുത്ത് പോയിട്ട്, ഞങ്ങളത് പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി പേടിയില്ല. അവരെ നന്നായിട്ട് നോക്കാൻ പറ്റും. പക്ഷെ അവരിലൊക്കെ ഈ വിരൂപമായ മുഖത്തിലും ഈശോയുടെ മുഖം കാണാൻ പറ്റിയിരുന്നു, സംതൃപ്തിയായിരുന്നു. അതിനുശേഷം ഞാൻ ശുശ്രൂഷിച്ചത് എയ്ഡ്സ് രോഗികളെയായിരുന്നു. എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുമ്പോഴും അന്ന് ആരും ഒരു ബന്ധുക്കളും അവരെ നോക്കാനോ കാണാനോ വരാറില്ല. അന്ന് എൻ്റെ ആങ്ങള, അതായത് വലിയ പേപ്പർ ന്യൂസ് ആയിക്കൊണ്ടുകൊള്ളും പിതാവ് എയ്ഡ്സ് രോഗികളെ നോക്കണു, നോവിഷ്യറ്റ് ഹൗസിൽ നോക്കണു എന്ന് പറഞ്ഞാൽ വലിയ പേപ്പർ ന്യൂസ് ആയിരുന്നു. ആ പേപ്പർ ന്യൂസിൽ എൻ്റെ പേര് കണ്ടപ്പോൾ എൻ്റെ ചെറിയ ആങ്ങള വന്നിട്ട് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വന്നിരുന്നു. അതെനിക്ക് വലിയ മോട്ടിവേഷൻ ആയിരുന്നു. മാത്രമല്ല അവർ പോലും എൻ്റെ കുടുംബം പോലും ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ സംതൃപ്തി എനിക്ക് ഇന്നുണ്ട് ഇവരെ നോക്കുമ്പോൾ. അതായത് അവരിൽ ഈശോനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് തുടർന്നും ദൈവം തരുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യുവജനങ്ങളോട് ദൈവം തന്നൊരു ദാനമാണ് ഈ ജീവിതം. അത് നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കാം. പക്ഷെ അറ്റ് ദ എൻഡ് നമ്മൾ വി ഫീൽ അൺഹാപ്പി. നമുക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ ഒന്നും നേടിയില്ല, ഒന്നും ആയില്ല, ഒന്നും ചെയ്തില്ല എന്നൊരു ശൂന്യതാബോധം ഇന്നത്തെ യുവജനങ്ങൾക്കുണ്ട്. അടിച്ചു പൊളിച്ച് ജീവിച്ചാലും. പക്ഷെ വന്നു നോക്കിയേ, ഒരു സന്യാസ സഭയിലേക്കോ അല്ലെങ്കിൽ ഒരു വൈദികനാകാനോട്ടോ നിങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ കണ്ടെത്തും നിങ്ങളുടെ സംതൃപ്തി, നിങ്ങളുടെ സന്തോഷം. ചലഞ്ചസ് ഉണ്ടാവും, പക്ഷേ അത് ഒരു അനുഗ്രഹമാണ്. ഞാനൊരു സിസ്റ്റർ ആയാൽ ദൈവം തീർച്ചയായിട്ടും എൻ്റെ വീടിനെ അനുഗ്രഹിക്കും, എൻ്റെ നാടിനെ അനുഗ്രഹിക്കും. ഞാൻ വഴി ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടും. അതായത് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹമായി തീരാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. സിസ്റ്റർ ആവാനായിട്ടുള്ള വിളി ആർക്കെങ്കിലും ലഭിച്ചാൽ ഒട്ടും അമാന്തിക്കേണ്ട. പെട്ടെന്ന് വന്ന് ഈശോയുടെ കൂടെ വന്ന് ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്തോളൂ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ലൈഫ് യു ക്യാൻ ഹാവ് എവർ ഇൻ യുവർ ലൈഫ്.